കുഞ്ഞച്ഛന്ന് വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ അമ്മായി എന്ന വാക്കിന് വലിയ അർത്ഥമുള്ളത് കൊണ്ട് അതിലേക്കാണ് ചായുന്നത്. ഇപ്പോഴത്തെ കാലത്ത് വട്ടായി പോയ അമ്മായിമാരാണ് അധികം. ഈ അമ്മായിക്ക് വട്ടാവാത്തത് കൊണ്ടായിരിക്കാം കൂടെ നിൽക്കാൻ അച്ഛൻ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹം ധാരാളമായിട്ട് ഒഴുകുന്നുണ്ട്. 50 വർഷക്കാലം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക, ആരോഗ്യത്തോടുകൂടി ആയിരിക്കുക. അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ വിവാഹിതരായ നിങ്ങൾ ചോദിച്ചറിഞ്ഞോളോ എന്ന് മാത്രം നിർദ്ദേശിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ. Next, we are entering the cake cutting ceremony. അന്നൊരു ദിവസം ഏപ്രിൽ 28-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. അത് ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ തലേ ദിവസം, അതായത് ഞങ്ങളുടെ തലവെമ്പെന്ന് പറയും, ഈസ്റ്റർ സൺഡേ എന്നും പറയും. അതിന് എൻ്റെ കൂടെ പോകുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഇവിടെ ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ട്, ശ്രീമാൻ PV ജോസ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഈ പെണ്ണിനെ കാണാൻ പോയത്. അതിന്റെ മുന്നോടിയായി പൈലറ്റായിട്ട് എനിക്ക് വഴി കാണിച്ചു തന്നുള്ള ഫിലോമിന തോമസ് പള്ളിക്കുന്നത്ത്. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഭാര്യയായിരിക്കുന്ന സെലീന കുട്ടി തൊടാലിറ്റി പാവാട നീല ഉടുപ്പിനെ കെട്ടയാടി കെട്ടിയിട്ട് മകൻ തുടക്കുകയാണ്. വാതിന് തുറന്ന വഴിക്ക് ഞാൻ പറഞ്ഞ് ചത്തിക്കല്ലേ കൊടുക്കും. വീടല്ല. അതിന് പറയാൻ കാരണം ആ നേരത്തെ അവളെ വീട്ടില് അവളെ അമ്മയോ നാത്തൂമാരോ ഉണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിൽ ഒരു മരണം കഴിഞ്ഞു കേട്ടപ്പോ അവര് അങ്ങോട്ട് പോയെടുക്കായിരുന്നു. തൊട്ടടുത്ത വീട് നമ്മളും ഈ വടക്കേക്കാരുള്ള ഞങ്ങളും ഈ വടക്കേക്കാരുള്ള. അപ്പോഴേക്കും അമ്മോ വന്നിട്ടുണ്ട്. പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനും ജോസും പുറത്തു വന്നു. ഞങ്ങള് കാലി വെച്ചില്ല ഒറ്റയ്ക്ക്, കാരണം വരുമ്പോ കുട്ടിയല്ലേ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പിടിച്ച് പോന്നു. ദൈവാനുഗ്രഹവും ദോഷവും എന്റെ കഷ്ടകാലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ കഷ്ടം പറഞ്ഞില്ല. അങ്ങനെ എന്തായാലും ശരി, ഞാൻ അന്തിക്കാട് വേറെ ഒന്നിനെ കാണാൻ പോവാൻ ഞാനും ജോസും പ്ലാൻ ഇട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞു ഇനി പോകണ്ട ജോസെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ വഴിക്ക് വീടില്ല, അത് ഞാൻ പറഞ്ഞില്ല വഴിക്ക് വീടില്ല. അങ്ങനെ ഞാനും ജോസും കൂടി അവിടുത്തെ പറഞ്ഞു. അപ്പൊ ജോസ് ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട? അങ്ങനെ ഇഷ്ടപ്പെടലും തൊട്ട് ജോസ് അങ്ങനെയെന്ന് പറഞ്ഞു. ഞങ്ങള് തമാശ പറഞ്ഞു. അപ്പൊ നമുക്ക് അന്തിക്കാട് പോകണമെന്ന് ചോദിച്ചു. പട്ടിക്ക് വേറെ 5 മണി വേണല്ലോ തലയുമ്പല്ലേ. അപ്പൊ ആ പച്ചയിലോ എന്നോട് പറഞ്ഞിടാ ഒരു ഡ്രാമ അന്ന് ഈ ഒരു ബ്രാൻഡ് ഇത്ര കിട്ടില്ല, അന്ന് തരായണം ഡ്രാമ അടിക്കാളാന്നും പറഞ്ഞിട്ട്. അപ്പൊ അവൻ കഴിക്കില്ല, അവൻ നല്ല കുട്ടിയേക്കാം, അവൻ നല്ല കുട്ടിയെ കഴിക്കില്ല. ഞാനൊക്കെ അവിടെ നിന്ന് വന്ന അന്ന് തൃപ്പയാറും ഷാപ്പുണ്ട് ഇപ്പോഴത്തെ അടുത്ത്. അവിടെ നിന്ന് ഒരു ഗ്രാം ഇന്നത്തെ 100-50 മില്യൺ ഒന്നല്ല ഗ്രാം കണക്കിന്
ഒരു താരാകുമ്പറ്റും മേടിച്ച് ഇവിടെ വന്നപ്പോൾ എൻ്റെ മൂത്ത സഹോദരി എന്നെ പൊട്ടിപ്പം തെറി പറയില്ല. നീ കഴിഞ്ഞു വിളിച്ചു. ഞാൻ പറഞ്ഞില്ല മകളെ, ഞാനൊരു താരാകുമ്പട്ടേ തിന്നെ പൂവമ്പോഴും ചോദിച്ചു. കാരണം അപ്പം നല്ല വാസന കിട്ടുമല്ലോ, വെമ്പാലയുടെ വാസന അരി, അപ്പൊ കള്ളിന്റെ വാസന കിട്ടില്ല. ഇതൊക്കെ ചെയ്ത് ഇവിടെ വന്നപ്പോഴും പെങ്ങൾ വഴക്കിനൊന്നും. അല്ലെങ്കിൽ ചേർത്തിയാർക്ക് തോന്നരുത് എൻ്റെ പിള്ളേരിനെ എൻ്റെ കൂടെ കൊണ്ടുപോകണം. അല്ലാതെ ഞാൻ ഈ കണക്കോ ലക്ഷക്കണക്കോ ഒന്നും ചോദിച്ചില്ല. ഗൗരവ ചേരിയായിട്ട് സാധനം ഉള്ള കയ്യിലുണ്ട്. ഏത് സ്വർണ്ണം ചെമ്പ് മാത്രമൊന്നും അല്ല സ്വർണ്ണം. ഈ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം അവൾക്ക് ചേട്ട മക്കളൊന്നും ആ പേരെ താമസിച്ചൂടെ, എനിക്ക് തള്ളാനെ നോക്കാൻ പറ്റില്ല, ചേച്ചിയാര് ബോംബെയിലുള്ള അങ്ങനെയുള്ള ആ ഒരു കുരുട്ടുബുദ്ധി അവള് കാണിച്ചില്ല. അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേനെ നോക്കണം. പിന്നെ പഠിപ്പിന്റെ കാര്യത്തിൽ 53 മണിച്ചപ്പം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പ്രാർത്ഥനയെങ്കിലും. അല്ലാണ്ട് വലിയ മുത്തമ്മാനെ അറിയില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം 4 വരെ പഠിച്ചിട്ടില്ല, ഇങ്ങനെ മുത്തമ്മാനെ അറിയാം. ഇന്ന് പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ചേർത്തിയാരെ അനിയത്തി എന്ന് പറയുന്നത് സ്വന്തം കുടലിന്ന് മുറിച്ച് അനുജത്തിയാണോ എന്ന്. അവർക്ക് എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ നോക്കുന്ന സ്വന്തം അനുജത്തി എന്നാണ്. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അവരെ 2 വീട് 2 സ്ഥലത്തുനിന്ന് ഒന്ന് കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിച്ചു. ഇത് ഞാനിവിടെ ബോംബെന്ന് വരുന്നു കേട്ടപ്പോൾ 20 വർഷമായി ഇവിടെ വന്നാലും ഇങ്ങനെ ജീവിച്ചു. അതാണ് ഇതാണ് എന്നും പറഞ്ഞിട്ട് എങ്കിലും ദൈവം ഇതുവരെ 20 കൊല്ലമായി ഞാൻ വന്നിട്ട് ഇതുവരെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നു. ഇനി അങ്ങനെ ജീവിക്കാൻ സർവശക്തി എനിക്ക് അനുഗ്രഹം തരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഞാൻ ഒരാളെ വഞ്ചിച്ചിട്ടില്ല, ഒരാളെ മുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആര് തരുണ്, ബെഞ്ചമിൻ തരുണ് 2 കയ്യിൽ നീട്ടി മേടിക്കുന്നു, ജോസ് തരുണ് 2 കയ്യിൽ. ഞാൻ ജോസിനോട് ചോദിക്കില്ലടാ പോലെ ഞാൻ നരി മേടിച്ചിട്ടില്ലടാ, അല്ലെങ്കിൽ നാളെ പെരുന്നാളുണ്ട് ഇറച്ചി മേടിക്കാൻ കാര്യം ഇതുവരെ കയ്യിൽ നീട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവർ 2 ഇറച്ചി എനിക്ക് തരുന്നത്. 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം ഒരു തരില്ല. ഇത് ചോദിക്കാത്ത കാരണം ചോദിക്കും എന്താ വേണ്ട എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ ജീവിതം എത്രയ്ക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ കൂടുതൽ സമ്പാദിച്ചിട്ടില്ല, ഞാൻ കോടീശ്വരനല്ല. ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നടത്താൻ കാരണം ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് എൻ്റെ ചേട്ടൻ തൊഴിലാളികളുടെ മുമ്പാകണ്ട് ഇങ്ങനെ ഒരു ആവശ്യം നടത്തിയപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എനിക്കിതുപോലെ ഒന്ന് കഴിക്കാനുള്ള യോഗം തന്നെ. അങ്ങനെയുള്ള ഇതിലൊക്കെ ആലോചിച്ച് പിടിച്ചു വന്നു. ഇപ്പം എൻ്റെ 2 ആൺമക്കളോട് ചോദിച്ചു. അപ്പം വേറെ ധൈര്യമായിട്ട് പറഞ്ഞു അപ്പൻ എങ്ങനെ വേണമെങ്കിലും കളിപ്പിക്കും. മൂത്തോൻ പറഞ്ഞു അതാണ് അല്ല വിഷമല്ല പറഞ്ഞ അപ്പൻ്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സംഭവം സംഘടിപ്പിച്ചത്. ഇന്നിപ്പോൾ ഇത് കഴിയുമ്പോൾ ആളെ കൂട്ടാന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ ഇത് മാത്രമാണ് എൻ്റെ ഈ 50 കൊല്ല ജീവിതത്തിൽ വേറെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അവസാനിപ്പിക്കും. ഞങ്ങളുടെ വികാരച്ഛൻ, എൻ്റെ പേരക്കുട്ടി അച്ഛൻ നന്ദി പറയുന്നു. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ ബന്ധുക്കളും, എൻ്റെ അയൽവാസികളും, എൻ്റെ കൂട്ടുകാരികളും, എൻ്റെ മക്കളും അവരോടും നന്ദി പറയുന്നു. എൻ്റെ പേരക്കുട്ടികളോട് നന്ദി പറയുന്നു. അതിലുപരിയായി നീണ്ട 50 വർഷം മുമ്പ് എൻ്റെ ചേട്ടനും ചേച്ചിക്കാരും എന്നെ കുളങ്ങര തറവാട്ടിലേക്ക് കൈപിടിച്ചത് മുതൽ ഇന്ന് വരെ എനിക്ക് സന്തോഷമുള്ളൂ. അതിന് ഞാൻ 1000-ലും അധികം എൻ്റെ ചേട്ടനും ചേച്ചിക്ക് നന്ദി പറയുന്നു. കൂടുതൽ 20 കൊല്ലത്തെ മരുമകളും 17 കൊല്ലത്തെ മരുമകളും എന്നെ സന്തോഷമായി സ്വീകരിച്ചു. എങ്കിലും 20 കൊല്ലത്തെ മരുമകൾ എന്നെ ഈ നിമിഷം വരെ എന്നെ കാത്തു പരിപാലിച്ച മരുമകൾക്കും നന്ദി. അതിലുപരിയായി ഞാൻ പറഞ്ഞ അവളോട്, മോളെ അവരൊക്കെ ബോംബെ പോയിരിക്കുക, എന്നെ നോക്കണം കേട്ടോ. പിന്നെ വലിയ മേനി നോക്കും. ആ ഒരു നന്മ സ്നേഹം ഞാൻ മറക്കില്ല. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ മൂത്ത മോനില്ല, എന്നെ സ്നേഹിക്കണ ചേട്ടൻ്റെ എല്ലാ പെൺകുട്ടികളും, എൻ്റെ പെൺകുട്ടികളും, എൻ്റെ മരുമക്കളും, ചേട്ടൻ്റെ മരുമക്കളും കവിഞ്ഞ് ഒഴുകി, പേരക്കുട്ടികളും കവിഞ്ഞൊഴുകി എന്നെ സ്നേഹിച്ചു കഴിഞ്ഞു. എന്താണെന്ന് എനിക്ക് തന്നെ അറിയണില്ല എന്താ സംഭവം. കൂടാതെ അതൊന്നും കാര്യമില്ല എന്ന് പറയും. അവനും നിലവിളിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ വളർത്തിയ ഒരു മോള് വന്നിട്ടില്ല, അവളെ ഭർത്താവ് വന്നിട്ടില്ല. അവരൊക്കെ എന്നെ വാരിക്കോരി സ്നേഹം തരുന്നു. അതിലുപരിയായി
എൻ്റെ എല്ലാവരോടും ഞാൻ നന്ദി പറയണം. എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു വരി മാതാവിനോട് പ്രാർത്ഥിക്കുക. എന്നോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കണ്ടറില്ല. പ്രാർത്ഥന നിറയുന്ന മിഴിനീരിന ഇവരൊക്കെ വക്കാണം കൂടുന്ന അച്ഛ രണ്ട് വാക്കൂടി എൻ്റെ ഞാൻ കല്യാണം കഴിഞ്ഞ് തെക്കകത്ത് ഒരു കയറ്റി 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, മോളെ ചേർത്തി വന്നാൽ പോവും, നീയും ഞാനിവിടെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒരു കടബാധത നിന്നെ ഏൽപ്പിക്കാൻ പോവണം. എന്തമ്മേ, കൂടെ ഒരു മാസത്തിൽ 3 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. 100 പ്രാവശ്യം ഞാൻ സമ്മതിച്ചു. ഇല്ലാത്ത കാലം ഉണ്ടാവും, ഉള്ള കാലം ഉണ്ടാവും. 3 നേരത്തെ ആദ്യ മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച ഞാൻ 20 കൊല്ലം എൻ്റെ ചേട്ടൻ എൻ്റെ അല്ല അമ്മ എൻ്റെ രീതിണ്ടായിരുന്നു. 25 കൊല്ലം ഞാൻ അതിനൊരുങ്ങി 45 കൊല്ലവും കഴിഞ്ഞ് നോക്കി. 5 കൊല്ലം പിന്നെ ഞാൻ ചോറ് വെച്ചാൽ ആരും ഇല്ല ഉണ്ണാമല്ലോ. മറ്റുള്ള ജാതികളെ കുറച്ച് നാളും ഞാൻ വിളിച്ചു. ആ ഒരു ഉത്തിരിപ്പ് കടം കൂടി ഞാൻ ഏറ്റുവാങ്ങി ഈ കുടുംബത്തിനെ ഞാൻ എൻ്റെ മാതാവ്, എൻ്റെ ഔഷധപുണ്യാളൻ തിരുഹൃദയം എന്നെ കാത്തു പരിപാലിച്ചു. കെട്ടിയോനും എന്നെ സംബന്ധിച്ചു. എൻ്റെ ചേട്ടൻ ഞാൻ അറിയാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവരോട് മാപ്പ് പറയും. Thanks to Amma പറഞ്ഞ പോലെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടില്ല. We just started to love her now from church. And it's time to, I think everyone is very hungry. I think everyone is going to have their lunch. എനിക്കറിയാം എല്ലാവരും ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പോൾ സീറ്റ് കാലിയാവുന്നതനുസരിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാം. അതിനൊപ്പം എൻ്റെ അപ്പാപ്പനെയും അമ്മാമ്മനെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അവർക്ക് അനുഗ്രഹാശംസകൾ നേരാം. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ഞാൻ ഓരോരുത്തരായിട്ട് പേര് ക്ഷണിക്കുന്നില്ല. ആർക്കാണോ അപ്പാപ്പനെ ക്ഷണിക്കാൻ ആഗ്രഹമുള്ളത്, അല്ല ആ വിഷയം ആഗ്രഹമുള്ളത്, അവരെല്ലാവരും സ്റ്റേജിൽ വന്ന് അപ്പാപ്പനെയും അമ്മാമ്മനെയും ബ്ലെസ് ചെയ്യുക. എല്ലാത്തിനും ഉപരിയായിട്ട് എൻ്റെ അപ്പാപ്പനെയും അമ്മാമ്മനെയും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കഴിച്ച് അപ്പാപ്പനെ തന്നെ ഞാൻ ആദ്യമായിട്ട് വിളിക്കാണ്. വല്യപ്പാപ്പനും വല്യമ്മാമയും ഇപ്പൊ എൻ്റെ കുഞ്ഞപ്പാപ്പനെയും കുഞ്ഞമ്മാമയും പൊന്നാട് അണിയിക്കാൻ വരുന്നതാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു,
യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജായറോസിൻ കുഞ്ഞിനായി നവ്യജീവൻ തന്നവൻ. ആത്മജീവനിലാഴമായി ദിവ്യശാന്തി പകർന്നവൻ. കൈപിടിച്ചു കുഞ്ഞിനോടായി യേശുവരുളി സ്നേഹമാ ബാലികേ നീയുണരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവിൻ പ്രിയ സ്നേഹിതൻ ലാസറെന്നൊരു സോദരൻ അഴുകി 4 ദിനങ്ങളായി ഹൃദയണഞ്ഞു കഴിഞ്ഞവൻ. ആ കുടീരം കണ്ടു നാഥൻ സ്നേഹമോടെ ചൊല്ലിയേവം ലാസറേ പുറത്തു വരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജീവന്റെ ജീവനായവൻ.
നിത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം. നിത്യജീവനെ കിടും